ഹായ് ഗൈസ്. മച്ചാരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേസിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ റേസിനൊക്കെ പങ്കെടുത്ത് നമ്മൾ റേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേസ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. രാവിലെ പുലച്ചയ്ക്ക് നല്ല വെളിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇൻട്രോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ ഈ റേസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഒരാളെ കാണിച്ചു തരാം, നമുക്കെല്ലാവർക്കും അറിയിക്കും. നമ്മൾ സംഭവം ജോലി ജോഷി. ഹായ്. ഹായ്. എപ്പോൾ എത്തി? ഞാൻ ഇന്നലെ ഇന്നലെ വ്ളോഗാണോ? ആ വ്ളോഗ്. ഹായ് ഗൈസ്. യൂട്യൂബ് ചാനൽ ഉണ്ടോ? ആ യൂട്യൂബ് ചാനലുണ്ട്. കാറ്റ് കുറവാ? ഏതാ കാറ്റ് കുറവാ? ഞാൻ മറ്റേ ഹാൻഡ് പമ്പല്ല എന്തേലും ഉള്ളൂ. ആ മാരിൻ്റെ വണ്ടിയാണ്. 412 എൻ്റെ 420. നമുക്ക് കാണാം. റോഡ് ബൈക്കിൻ്റെ ഒക്കെ അപ്പുറത്ത് ഭാഗത്ത് തോന്നുന്നു. ഇതാണ് നമ്മൾ ജോയൽ ജോഷിൻ്റെ മാരിൻ വണ്ടിയാണ് സാറേ. സീന് സാധനം കേട്ടോ. ജോയൽ ജോഷി കൊടുക്കുന്നുണ്ട്. All masters category people please stand on where the track is. We have been already marked the area. Enlightenment കൂടുതൽ MTBൻ്റെ ആണ് ആൾക്കാർ കൂടുതൽ വന്നിട്ടുള്ളത്. റോഡ് ബൈക്കിൻ്റെ 2-3 ആൾക്കാർ വന്നുള്ളൂ. over there in that corner and will be here. ആ ഭാഗത്തൊക്കെ പിന്നെ കുറച്ച് റോഡ് ബൈക്കുള്ളൂ. അപ്പുറത്തൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പത്തൊക്കെ വന്ന ഫുള്ളു റോഡ് ബൈക്കാണ്. അവിടുത്തെ വണ്ടികളൊക്കെ കാണിച്ചത്. അവിടെ നമ്മൾ സൈക്കിള്, അവിടെ ഒരു കിടില വണ്ടിയുണ്ട് സ്കോട്ടിൻ്റെ. ഫയർഫോക്സിൻ്റെ വണ്ടിയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഫയർഫോക്സ് തന്നെ വീട്ടിലെ സാധനങ്ങളാണുള്ളത്. പിന്നെ അപ്പുറത്ത് കൂടി ഉണ്ടാകും, ഞാൻ കാണിച്ചു തരാം. റോഡ് ബൈക്കിനൊക്കെ ഒരു ഒച്ച വെക്കും. ട്രക്കിൻ്റെ ഒരു വണ്ടിയുണ്ട്, സ്പോട്ടിൻ്റെ ഒരു റോഡ് ബൈക്ക്. ഈ ഭാഗത്ത് ഫുള്ള് നിരത്തി വെച്ചിരിക്കുകയാണ് വണ്ടികൾ. ഇത് ഹൈബ്രിഡ് റോഡ് ബൈക്ക്. ഒരു MTV ഉണ്ട്, ഇതൊരു MTV ഉണ്ട്. റോഡ് ബൈക്ക് ഈ ഭാഗത്ത് ഫുള്ള് റോഡ് ബൈക്കുകളാണ് കൂടുതലുള്ളത്. സീന് സാധനങ്ങൾ. ഇതൊരു എല്ലാ കളറ് ജാവേൻ്റെ സാധനം നല്ല രസമുണ്ട്. ഈ മഞ്ഞ കളർ അടുത്ത ചെടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി. റെഡ് സാധനം നോക്കാം, അടിപൊളി. കാരണം നമ്മൾ once we finish the briefing will become mass flag off. After that ഇതിലും കളർ ഇട്ടത് will be starting one by one. So we want to be on the road. അത് ലക്ഷങ്ങളുടെ മുതലായിരിക്കും വെച്ചാൽ. ഹൈറ്റുള്ളൊരു സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. കുറേ ആൾക്കാർ ഇപ്പം എത്തുന്നുള്ളൂ. ഇപ്പത്തില്ലോ ഇവിടെ നമുക്ക് യൂട്യൂബിലൊക്കെ കമന്റ് ഇടുന്ന ആളായിരുന്നു കേട്ടോ.
മൂപ്പര് നമ്മളെ യൂട്യൂബിലൊക്കെ നല്ല കമൻ്റൊക്കെ അടിക്കേണ്ടായ ആളായിരുന്നു. നമ്മളെ ചൂരമല്ല ഏട്ടനാണ്, റോക്കറ്റിൻ്റെ സാധനമാണ്. ഇവിടെ 2 വണ്ടി ഒരേ സാധനം കേട്ടോ, ഓറഞ്ച് കളറ് 2 കുറേ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് അധികമല്ലത് കമന്റ് ഇടുന്ന വണ്ടി നേരിൻ്റെ വണ്ടി 40,000 രൂപ വണ്ടിക്ക്. കുറച്ചും കൂടി വെളിച്ചം വന്നില്ല, ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ശരിക്കും കാണുന്നില്ല, ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. അതിന് ആൾക്കാർ കുറേ വരാണ്ട്. അവിടെ ഫുള്ള് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കണവര് നമുക്കറിയുന്ന ആൾ തന്നെയാണല്ലോ സെൻറ്ററിലേക്ക്. ഉണ്ട് ഇവിടെ മാത്രം ഈ 3 വണ്ടി ഒരേ സാധനം കേട്ടോ, ഒരേ കളറും. 3 എണ്ണം ഉണ്ട്. നേരത്തെ 2 എണ്ണം ഉണ്ടായല്ലോ, ഇപ്പോൾ 3 എണ്ണം ആയിട്ടുണ്ട്. ആൾക്കാർ ഇനി വരാണ്ട് കേട്ടോ. കൂടുതൽ റോഡ് ബൈക്കാണല്ലോ. മൂപ്പര് എനിക്ക് വണ്ടി പിടിക്കാൻ വന്നിട്ടാണ്. മൂപ്പര് അതവിടെ പോയിട്ട് വ്ളോഗ് എടുക്കുന്നുണ്ട്. മൂപ്പർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. 40,000 രൂപ കേട്ടോ. നമ്മളെ ഇത് റേസ് കഴിഞ്ഞിട്ട് ഒന്ന് ഓടിച്ച് നോക്കണം. എല്ലൊക്കെ നോക്കാം. അമ്മ വൈഡ് ലൈനപ്പോൾ ആവാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുമ്പോൾ നോക്കാനും ഫുൾ ആ ഭാഗത്ത് ഫുള്ള് റോഡ് ബൈക്കിൻ്റെ ആൾക്കാരാണ്. കൂടുതൽ റോഡ് ബൈക്കിനേ ഉള്ളൂ. MTB ആകല്ലേ ഈ ഭാഗത്തുള്ളൂ. കൂടിപ്പോയൊരു 20-30 MTB ഉണ്ടാവുള്ളൂ അത്യാവശ്യം ആളായിട്ടോ. അപ്പോൾ അതൊക്കെ ഫുള്ള് റോഡ് ബൈക്കിൻ്റെ തന്നെ. ചിലപ്പോൾ എല്ലാവരും ഒപ്പം വിടുമോ അതോ റോഡ് ബൈക്ക് MTB വരെ റോഡ് ബൈക്ക് വരെ അങ്ങനെ വിടുമോയെന്ന് അറിയില്ല. ഉണ്ടാവാം ഫുള്ള് റോഡ് ബൈക്കാണ്. ഈ ഭാഗത്ത് ഫുള്ള് റോഡ് ബൈക്കുകളാണ്. എനിക്കൊന്ന് ഫസ്റ്റ് വിടാൻ പോണ റോഡ് ബൈക്കാണ് തോന്നുന്നത്. ഈ ഭാഗത്ത് കുറേ MTB ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ടയർ മാറ്റിയിട്ടും കൊണ്ടാണ് കുറേ ആൾക്കാരനെ റോഡ് ബൈക്കിൻ്റെ ഇതിൽ. ഈ റൈഡേഴ്സ് അല്ലാത്ത ആളുകളോട് ഒരു റിക്വസ്റ്റ്, നിങ്ങൾ അവിടെ നിന്നൊന്നും മാറി നിൽക്കുക. റൈഡേഴ്സ് അല്ലാത്ത ആളുകളൊക്കെ പ്ലീസ് മൂവ് ഔട്ട്, ഗോ ബിഹൈൻഡ് ദ റൈഡേഴ്സ്. യു ആർ ഡിസ്റ്റർബിംഗ് ദ റൈഡേഴ്സ്. If somebody is helping your colleague as a rider, please go out. Riders അല്ലാത്ത ആളുകളൊക്കെ ഒന്ന് just go behind the riders so that we can start briefing. നമ്മുടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഡിവൈഎസ്പി സാറാണ്. പുള്ളി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് ബ്രീഫിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഡു എ മാസ് ഫ്ലാഗ് ഓഫ് ഫ്രം ഹിയർ. എന്നിട്ട് മെയിൻ റോഡിൽ കയറിയതിന് ശേഷം ഫസ്റ്റ് മെൻ എലൈറ്റ് റോഡ് ബൈക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സീക്വൻസിൽ നിന്നാൽ മതി. മെൻ എലൈറ്റ് റോഡ് ബൈക്ക്, മെൻ എലൈറ്റ് MTB, പിന്നെ മാസ്റ്റേഴ്സ്, പിന്നെ വുമൺ. നിങ്ങൾ അതുപോലെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. മാസ്റ്റേഴ്സ് കുറച്ചൊന്ന് സൈഡായി കൊടുത്തു കഴിഞ്ഞാൽ റോഡ് ബൈക്ക് ക്യാൻ കം ഫോർവേഡ്. ഫസ്റ്റത്തെ റോഡ് ബൈക്കാണ് എന്നെ വിടാൻ പോണത്. മാസ്റ്റേഴ്സ് കുറച്ചൊരു സൈഡ് കൊടുക്കുമോ? റോഡ് ബൈക്കിൻ്റെ ആൾക്കാരാണ് ഇനി പോവല്ലേ. ശരി 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 ബ്രോ
മെൻ എലൈറ്റ് റോഡ് എല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് നിൽക്കുക. അതിന്റെ ബാക്കിൽ മാസ്റ്റേഴ്സ് നിൽക്കുക. All the road bikers will have a response. Alignment road okay. Flag of veto. Patu. Flag of ചെയ്യാൻ പോലീസൊക്കെയാണ് വരുന്നത്. Okay, dear riders, നമുക്കിന്ന് മെയിനായിട്ട് there are 3 points we have to be really കുറച്ചൊരു മിസ്റ്റിയാണ് so that everybody will have a good visibility. പിന്നെ after 6 kilometers, next 14 kilometers we will be going through a very narrow road. Also we have a few deep bends, troubling all other riders. Please make sure all your support vehicles are staying minimum 100 meters away. ആരെങ്കിലും അടുത്ത സപ്പോർട്ട് വെഹിക്കിൾ വെച്ച് ഡിയർ റൈഡേഴ്സ് നമ്മളിപ്പം ഒരു ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് ആണ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റോഡ് ബൈക്ക് വിൽ ഗെറ്റ് ഔട്ട് ഓൺ ദ മെയിൻ റോഡ്. റോഡ് ബൈക്കേഴ്സ് പോയതിന് പുറകിലായിട്ട് മെൻ എലൈറ്റ് MTB ക്യാൻ ഗോ. പോയിക്കോളൂ മെൻ എലൈറ്റ് MTB. വോളണ്ടിയേഴ്സ് പ്ലീസ് ഇവരെ റോഡ് ബൈക്കേഴ്സിനെ ലെഫ്റ്റിലേക്ക് എടുക്കൂ. വോളണ്ടിയേഴ്സ് വയനാട് ബൈക്കേഴ്സ് മെമ്പർ റോഡ് ബൈക്കേഴ്സിനെ ലെഫ്റ്റിലേക്ക് എടുക്കൂ. റേസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ലെഫ്റ്റിലേക്ക് ചേർക്കുന്നു. ടീമുകള് നമ്മളെല്ലാവരും ഇവിടെ നിർത്തിയിട്ടുണ്ട്. റോഡ് ബൈക്ക് കാര്യങ്ങളൊക്കെ കുറെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി പോവാ. ഓൻ്റെ അടുത്ത് കൊടുക്കണേ. ഞാൻ ആ റൂട്ട് പറഞ്ഞു കൊടുക്കും. ആകെ സീനാണ് വെച്ചാൽ
അത്ര ചവിട്ടിട്ട് നീങ്ങണില്ല. നല്ല ഒച്ചയുണ്ട്. സീനുണ്ട്. തൊടാകെ സീനാണ് കേട്ടോ. നല്ല മസിലുണ്ട്. ഇവിടെ ചൂരമറ്റാറിനൊക്കെ കണ്ടുപോയി. അവിടെ പിന്നെ നല്ല ഇറക്കാണ്. കായൽ നല്ല പിടിക്കണം. ഇറക്കത്തിട്ട് പിടിക്കാൻ വെച്ചാൽ കയറ്റത്തിന് നിരപ്പിലോട്ടൊന്നും പറ്റില്ല. ഫുള്ള് റോഡിലേക്ക് മേലുണ്ടായാൽ മതി. ഇറക്കം കിട്ടിയ നമ്മൾ പറ്റ പുറത്ത് കയറ്റം കുറച്ച് ഒട്ടി കയറ്റാൻ പറ്റില്ല. അടുത്തിറക്കാം. താഴ്ന്നെങ്കിൽ പിടിക്കട്ടെ.
ഇനിയും കുറേ ഉണ്ട്. പണി വേണം. അർക്കത്തിന് മാത്രം ഇരിക്കാൻ പറ്റില്ല. ഏറ്റവും ഓച്ചല്ലേ പറ്റില്ല. ബാക്കിൽ ആരില്ല. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പറ്റില്ല. ഞാനാണ് ഇങ്ങനെ ആയതുകൊണ്ടോ സാറേ ഇല്ല ഞാൻ വിളിച്ചിട്ടോ. നടക്കില്ല. മുന്നിൽ പോയി വെച്ചാറേ ആൾക്കാരെ കാണാനെങ്കിൽ പറ്റുന്നുണ്ട്. ആകസിന്
പിന്നെയും കയറ്റാം. ചെയിനിങ്ങനെ അങ്ങോട്ട് വെച്ചാൽ വെച്ചാൽ നമ്മളെ റേസ് കഴിഞ്ഞിട്ടാണ്. അപ്പം നമുക്ക് നമ്മൾ ഫുൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അത് ഫുള്ള് കുറേ മിനിറ്റിൽ അങ്ങോട്ട് നമ്മളെന്താക്കി ഇങ്ങനെ പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 2 വീഡിയോ നിങ്ങൾ കാണുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ചെയ്ത് എന്നാൽ മാത്രം അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ കാണാം.